Kerala has become the drug capital of India. Number one state in India. കേരളം എന്ന് പറയുന്നത് ഇന്ത്യയിലെ മയക്കുമരുന്നിന്റെ തലസ്ഥാനമായി ഒന്നാമത്തെ സംസ്ഥാനമായി മാറിയിരിക്കുന്നു. 75% of Kerala's paddy farmers are in debt. കേരളത്തിലെ 75% വരുന്ന നെൽ കർഷകർ ഇന്ന് കടക്കെണിയിലാണ്. Coir, which was the fundamental industry for this area, is destroyed. അതുപോലെ തന്നെ ഈ ഏരിയയിൽ ഈ പ്രദേശത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കയർ വ്യവസായം ഏതാണ്ട് നശിക്കപ്പെട്ടിരിക്കുകയാണ്. 1.3 lakh workers don't have work. 1.3 ലക്ഷം തൊഴിലാളികൾക്ക് ഇന്ന് തൊഴിലില്ലാത്ത അവസ്ഥയാണ്. Wholesale attack is taking place on minorities in the country. ഈ രാജ്യത്ത് മുഴുവൻ ന്യൂനപക്ഷങ്ങളുടെ മേൽ വലിയ രീതിയിലുള്ള വ്യാപകമായ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. Two nuns from here are attacked in Chhattisgarh. ഇവിടെ നിന്നുള്ള 2 കന്യാസ്ത്രീകളെയാണ് ഛത്തീസ്ഗറിൽ ആക്രമിച്ചത്. Manipur churches are being burnt. മണിപ്പൂരിൽ പള്ളികൾ ആക്രമിക്കപ്പെടുകയും കത്തിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. And the Prime Minister has a partnership with the people who are doing this. The Chief Minister has a partnership with the people who are doing this. അതല്ല, ഇവിടുത്തെ മുഖ്യമന്ത്രിക്ക് ഇത് ചെയ്യുന്നവരോട് കൂടി ചേർന്ന് പ്രവർത്തിക്കുന്ന മുഖ്യമന്ത്രിയാണ് ഈ കേരളത്തിലുള്ളത്. The very people who are attacking minorities across the country, Muslims, Christians, Sikhs, those people are in partnership with the Chief Minister. ഈ രാജ്യം മുഴുവൻ ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്ന, മുസ്ലിങ്ങളെ ആക്രമിക്കുന്ന, സിഖുകളെ ആക്രമിക്കുന്ന, ക്രിസ്ത്യാനികളെ ആക്രമിക്കുന്ന ആളുകളുമായിട്ടാണ് ഇവിടുത്തെ മുഖ്യമന്ത്രി കൂടി ചേർന്ന് പങ്കാളിത്തം നടത്തിക്കൊണ്ടിരിക്കുന്നത്. On the other side, the Prime Minister is signing a US deal with Donald Trump. മറ്റൊരു വശത്ത് പ്രധാനമന്ത്രി ഡൊണാൾഡ് ട്രംപുമായി ഒരു വ്യാപാര ഉടമ്പടി ഒപ്പുവെച്ചിരിക്കുകയാണ്. We are talking about our farmers struggling. He is opening up our agricultural industry to America. നമ്മളിവിടെ നമ്മുടെ കർഷകർ കഷ്ടപ്പെടുന്നതിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? നമ്മുടെ കാർഷിക മേഖലയെ അമേരിക്കയ്ക്ക് തുറന്നു കൊടുക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. American farmers have huge farms, mechanized farms. Indian farmers have tiny farms with no mechanization. അമേരിക്കയിലെ കർഷകർക്ക് വലിയ കാർഷിക മേഖലയുണ്ട്, അതുപോലെ തന്നെ അവർ വളരെയധികം യന്ത്രവൽകൃത സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നവരാണ്. ഇന്ത്യയിലെ ചെറുകിട കർഷകരാണ്, അവർക്ക് വലിയ യന്ത്രവൽകൃത സംവിധാനങ്ങളില്ല, അതുപോലെ അവരുടെ കൃഷിസ്ഥലവും വളരെ ചെറുതാണ്. And Donald Trump is allowing American farmers to sell dal, to sell soya, to sell nuts, fruits in our country. അതുമാത്രമല്ല, ഡൊണാൾഡ് ട്രംപ് ഇവിടെ പരിപ്പ് വർഗ്ഗങ്ങളും അതുപോലെ സോയാബീനും അതുപോലെ ഫ്രൂട്ട്സും പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കശുവണ്ടിയും നട്ട്സും എല്ലാം ഇവിടെ വിൽക്കാൻ അമേരിക്കൻ കർഷകരെ അനുവദിക്കുകയും കൂടിയാണ് ചെയ്യുന്നത്. There is a war going on. Petrol is going to become scarce. Gas shortages are already prevalent. The Prime Minister has signed away India's energy security. നിങ്ങൾക്കറിയാം, ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പെട്രോളിന്റെ വില കൂടുകയാണ്, പെട്രോളിന് ക്ഷാമമുണ്ട്, പാചകവാതകത്തിന് ക്ഷാമമുണ്ട്. ഈ സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി ഈ രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷ അമേരിക്കയ്ക്ക് എഴുതി കൊടുത്തിരിക്കുന്നത്. Please understand that if India wants to buy oil from Iraq, from Russia, from Iran, it cannot do so without taking permission of Donald Trump. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇന്ത്യക്ക് ഇറാനിൽ നിന്നോ ഇറാഖിൽ നിന്നോ എണ്ണ വാങ്ങിക്കണമെങ്കിൽ ഡൊണാൾഡ് ട്രംപിന്റെ അനുമതി ഇല്ലാതെ ഇന്ത്യക്ക് അത് ചെയ്യാൻ സാധിക്കില്ല. Who is Donald Trump to tell us where to buy oil from, to tell us where to buy gas from? എവിടെ നിന്നാണ് നമ്മൾ ഗ്യാസ് വാങ്ങിക്കേണ്ടത്, എവിടെ നിന്നാണ് എണ്ണ വാങ്ങിക്കേണ്ടതെന്ന് ഇന്ത്യയോട് നമ്മളോട് പറയാൻ ഡൊണാൾഡ് ട്രംപ് ആരാണ്? I'll tell you who Donald Trump is. നിങ്ങൾക്കറിയാം അതെന്താണ്? So that you understand why India's data has been handed over, why our energy security has been taken away from us, why our agricultural sector has been handed over to the Americans. I'll tell you who he is so you understand this. നിങ്ങൾക്ക് ഡൊണാൾഡ് ട്രംപ് ആരാണെന്ന് അറിയണം. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തരാം എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ കാർഷിക മേഖല അമേരിക്കയ്ക്ക് കൊടുത്തിരിക്കുന്നതെന്ന്, എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ ഡേറ്റ വിവരശേഖരം അമേരിക്കയ്ക്ക് കൈമാറിയതെന്നുകൊണ്ട്, എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ ഊർജ്ജ സെക്യൂരിറ്റി, ഊർജ്ജ സുരക്ഷ അമേരിക്കയ്ക്ക് നൽകിയതെന്ന് ഞാൻ നിങ്ങൾക്ക് വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കി തരാം. Donald Trump has the power to destroy Narendra Modi's image. ഡൊണാൾഡ് ട്രംപിന് നരേന്ദ്രമോദിയുടെ പ്രതിച്ഛായ നശിപ്പിക്കാനുള്ള ധൈര്യമുള്ളതുകൊണ്ട്, ശക്തി ഉള്ളതുകൊണ്ടാണ്. Donald Trump has information in the Epstein files. എപ്സ്റ്റീൻ ഫയലുകളിൽ ഡൊണാൾഡ് ട്രംപിന്റെ കയ്യിൽ നരേന്ദ്രമോദിയെ കുറിച്ചുള്ള വിവരങ്ങളുണ്ട്. Narendra Modi's cabinet ministers are in those files. Narendra Modi is there. നരേന്ദ്രമോദിയുടെ ക്യാബിനറ്റ് മന്ത്രിമാരുണ്ട് എപ്സ്റ്റീൻ ഫയലുകളിൽ, അതുപോലെ നരേന്ദ്രമോദിയും ആ ഫയലുകളിലുണ്ട്. And Donald Trump knows exactly what is going on with Epstein. അതുപോലെ ഡൊണാൾഡ് ട്രംപിന് കൃത്യമായിട്ട് അറിയാം എപ്സ്റ്റീൻ ഫയലുകളുടെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്.
And the second and even more important reason is Adani. രണ്ടാമത്തേത് അതുമാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അദാനിയാണ്. Adani has not been handed over India's businesses, India's airports, India's ports, India's infrastructure for free. അദാനിക്ക് ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ, ഇന്ത്യയുടെ തുറമുഖങ്ങൾ, ഇന്ത്യയുടെ വിമാന എയർപോർട്ടുകൾ ഇതൊന്നും വെറുതെ സൗജന്യമായിട്ടല്ല മോദി കൊടുക്കുന്നത്. Adani's corporate structure has close links to the BJP and to the Prime Minister himself. അദാനിയുടെ കോർപ്പറേറ്റ് ഘടന, സാമ്പത്തിക ഘടന എന്ന് പറയുന്നത് അതിന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും BJPയോടും വളരെ അടുത്ത ബന്ധങ്ങളാണുള്ളത്. And that is why Donald Trump has put a case in the United States against Mr. Adani, a criminal case. അതുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ അദാനിക്കെതിരെ ഒരു ക്രിമിനൽ കേസ് അവിടെ ഉള്ളത്. So with these two levers, Donald Trump controls Mr. Modi. അതുകൊണ്ട് ഈ രണ്ട് കാരണങ്ങളിൽ കൂടിയാണ് ഡൊണാൾഡ് ട്രംപ് നരേന്ദ്രമോദിയെ നിയന്ത്രിക്കുന്നത്. And Mr. Modi will do exactly as Mr. Trump says. അതുമാത്രമല്ല നരേന്ദ്രമോദി ചെയ്യുന്നത് ഡൊണാൾഡ് ട്രംപ് എന്ത് പറയുന്നു അത് അതുപോലെ തന്നെ. And you will see the consequences of this to the farmers of India. You will feel the consequences in the next few months when petrol prices rise, when gas prices rise to unbelievable levels.